3D ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള വ്യൂ എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. സാറിന് ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ ബാക്കിൽ നിന്ന് കാണുന്ന വ്യൂവും സൈഡിൽ നിന്ന് കാണുന്ന വ്യൂവും ടോപ്പിൽ നിന്ന് കാണുന്നതും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതിന്റെ ഡീറ്റെയിലിംഗ് കിട്ടും, എല്ലാ ഡീറ്റെയിലും കിട്ടും. കൃഷി നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഓട്ടോകാഡ് മുതൽ ഇപ്പം ബിം വരെ എത്തി. ആ ബിമ്മിനെ പറ്റി എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സാറ്, ബിം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്കിപ്പോൾ ഓട്ടോകാഡ് അല്ലെങ്കിൽ ബിം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ബിം എന്ന് പറയുന്നത് അതൊരു കംപ്ലീറ്റ്ലി വേറൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരു ഡിസൈൻ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് പോലെ നമ്മളത് അതേപോലെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഈ ബിം. ബിമ്മിന്റെ ആ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനാണ് പല സോഫ്റ്റ്വെയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബിം എന്ന് പറയുന്നത് അതിന്റെ ഫുൾ നെയിം സാറിന് അറിയാവോ? ഇല്ല. ബിം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ഈ ബിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലിംഗ് പണ്ട് നമ്മൾ ബിൽഡിങ്ങും പ്ലാനും ഇപ്പൊ സാറൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ചിലപ്പോൾ ചെയ്തിരുന്നതെല്ലാം 2D പ്ലാൻ ആയിരിക്കും ആദ്യം വരച്ചോണ്ടിരുന്നത്. സാറിന് മനസ്സിലാകുന്നുണ്ടോ? 2D പ്ലാനാണ് വരച്ചോണ്ടിരുന്നത്, ഒരു പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്ത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കല്ലെടുത്ത് നമ്മൾ കൊത്തി 3D ആക്കുന്നത് പോലെ, ഒരു ശില്പം ഉണ്ടാക്കുന്ന പോലെ നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ ഒരു പ്രൊജക്ട്, അത് ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇനി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സുകൾ ആയിക്കോട്ടെ, എന്തായാലും അതിനെ നമ്മൾ കൊത്തി ഒരു 3D മോഡലാക്കുന്നു. രൂപം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ അത് തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ബിം. സാറിന് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ബിം എന്ന് പറയും, അതായത് നമ്മൾ 2D ഇപ്പൊ ഒരു സാധനം ഒരു 3D മോഡലിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ 2D ചേഞ്ച് ചെയ്തിട്ട് 3D അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ബിമ്മിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ നല്ല ക്വസ്റ്റ്യൻ ആണ് സാർ ചോദിച്ചത്. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 2D എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിലില്ല. എല്ലാം 3D ആണ്. എല്ലാം 3D ആണ്. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ഒരു 3D അങ്ങ് ഡെവലപ്പ് ചെയ്യും. ഒരു ബിൽഡിങ്ങിന്റെ 3D ഡെവലപ്പ് ചെയ്താൽ സാറ് ഇപ്പൊ ലേമാന് ചോദിക്കുകയാണ്, എനിക്ക് അതിന്റെ 2D അതിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് 2D എന്ന് ഉദ്ദേശിച്ച സാറ്. ആ ഒരു വ്യൂ ഇപ്പോൾ കിട്ടുവാണെങ്കിൽ നമുക്കത് 3D നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. സാറിന് മനസ്സിലായി? അപ്പൊ അത് 2D വരയ്ക്കണമെന്നില്ല. 3D ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള വ്യൂ എടുക്കാം, കട്ട് ചെയ്തെടുക്കാം. സാറിന് ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ ബാക്കിൽ നിന്ന് കാണുന്ന വ്യൂവും സൈഡിൽ നിന്ന് കാണുന്ന വ്യൂവും ടോപ്പിൽ നിന്ന് കാണുന്നതും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അതിന്റെ ഡീറ്റെയിലിംഗ് കിട്ടും, എല്ലാ ഡീറ്റെയിലും കിട്ടും. ഇപ്പൊ ഒരു ഡോറ് നമ്മൾ മോഡൽ ചെയ്ത് കഴിഞ്ഞു, ഡോറിന്റെ ആ എഡ്ജിലുള്ള നമ്മളെ ഗ്രൂവ് കൊടുക്കുന്ന മെഷർമെന്റ് എത്രയാണ്, എത്ര mm ഇതിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിലോട്ട് നമ്മൾ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം, ഡ്രോയിങ് എടുക്കാം, അവിടുത്തെ ഡീറ്റെയിൽ വേണം. അതാണ് ബിം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതാണ്. നമ്മൾ സമയ ലാഭമാണ് അല്ലേ? ഇതെല്ലാം ചെയ്യുമ്പോൾ സമയ ലാഭമല്ല, എങ്ങനെ ടൈം ലാഭിക്കാം എന്നുള്ളതിന് എക്കണോമിക്കലാണ് അല്ലേ? എങ്ങനെ ടൈം ലാഭിക്കാം എന്നുള്ള ഇതിലോട്ട് വരും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലാവരും പറയും ബിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈം ലാഭിക്കാം. എങ്ങനെ ടൈം ലാഭിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം. ഇപ്പം നമ്മളൊരു 2D ഒരു ഡ്രോയിങ് ചെയ്തു. സാർ ഒരു 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത് കൊടുത്ത ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ഒരു 2D പ്ലാൻ നമ്മൾ വരച്ചു. ഓട്ടോകാഡിലാണ് വരച്ചു. 50,000 സ്ക്വയർ ഫീറ്റ് വരച്ചു. പ്ലാൻ അപ്രോക്സിമേറ്റ്ലി കൺഫേം ആയി. അതിനുശേഷം നമ്മൾ അത് വെച്ചിട്ട് ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്തു. പ്ലാൻ ഫ്രീസ് ആയി. അതിനുശേഷം നമ്മൾ പെർമിറ്റിന് പോയി സ്ട്രക്ചറിൽ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സൈറ്റിലോട്ട് എക്സിക്യൂഷനിലോട്ട് വരുമ്പം എന്തെങ്കിലും ഒരു കാരണവശാൽ പ്ലാനില് ഒരു ചെറിയ ചേഞ്ചസ് വരുവാണെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ ഏത് സ്റ്റേജ് വരെ എത്തി? സ്ട്രക്ചറൽ ഡിസൈൻ വരെ എത്തി. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു കോളത്തിന്റെ അലൈൻമെന്റിൽ ഒരു വ്യത്യാസം വന്നു എന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ പോയി ചേഞ്ച് ചെയ്യണം? ഓൾ ദ വർക്കിംഗ് ഡ്രോയിങ്സ് ചേഞ്ച് ചെയ്യണം, സ്ട്രക്ചറൽ ഡ്രോയിങ്സിൽ ചേഞ്ച് ചെയ്യണം, എലിവേഷൻ ചേഞ്ച് ചെയ്യണം. ഇതിലെല്ലാത്തിലും ചേഞ്ചസ് വരും. നമുക്ക് എഗെയിൻ നമ്മൾ ഈ ഷീറ്റുകളിലെല്ലാം പോയി ഇത് ചേഞ്ച് ചെയ്ത് വരിക എന്ന് പറയുന്നത് എത്ര ടൈം ടേക്കിംഗ് പ്രോസസ് ആണ് അല്ലെ? മനസ്സിലാക്കണം. അതേപോലെ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അറിയിക്കണം.
ആർക്കിടെക്ട് കാണും, ഡിസൈൻ കാണും, ഇലക്ട്രിക്കൽ കാണും, മെക്കാനിക്കൽ കാണും, സ്ട്രക്ചറൽ എഞ്ചിനീയർ കാണും. ഇതാണ് ഇവർക്കൊക്കെ പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടും. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ അറിയിക്കണം, ആർക്കിടെക്റ്റിനെ അറിയിക്കണം, സമയം. പിന്നെ ഇവരെല്ലാവരും അറിയണം. നമ്മൾ ബിമ്മിലാവുമ്പോൾ നമ്മൾ ഇതിന്റെ മോഡൽ ചെയ്തിട്ട്, ബിം എന്ന് പറയുമ്പോൾ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ഇപ്പൊ ഈ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ഇതിന് ഈ മോഡൽ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഇവരുമായിട്ട് എല്ലാം ലിങ്ക് ആയിരിക്കും. ഈ കൺസൾട്ടന്റുകൾ എല്ലാവരുമായിട്ട് ലിങ്ക് ആയിരിക്കും. അവർ ആർക്കിടെക്ട്സിനുണ്ടാവും, സ്ട്രക്ചറൽ കൺസൾട്ടന്റിനുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റിനുണ്ടാവും, ഫയർ ആൻഡ് സേഫ്റ്റി അവർക്കുണ്ടാവും. ഇപ്പൊ ഒരു ചെറിയ ബിൽഡിംഗ് ചെയ്യുകയാണെങ്കിൽ ക്ലയന്റ്, ഇവരൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഒരു ചേഞ്ച് ആരെങ്കിലും ഒരാൾ വരുത്തിയാൽ ഇതെല്ലാവർക്കും അസോസിയേറ്റഡ് ആണ്. എല്ലാവർക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ പോവും. എല്ലാവർക്കും അറ്റ് എ ടൈം നമുക്ക് സേവ് ചെയ്യാം. ടൈം അങ്ങനെയാണ് സേവ് ആവുന്നത്. പ്രോജക്റ്റ് ഈസി ആയിരിക്കും. പ്രോജക്റ്റ് വളരെ ഈസി ആയിരിക്കും. പ്രോജക്റ്റ് ഈസി ആവുന്നത് അത് ഇതിന്റെ വേറൊരു തലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ചേഞ്ച് തന്നെയാണ് ഇതേ ഒരു കോർഡിനേറ്റർ ഈ ബിമ്മിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഡിസൈനും ഈ കൺസൾട്ടന്റുമാരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് വെച്ചോ, ഈ സാധനം സൈറ്റിലുണ്ടോ, ഇത് കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ടോ? അപ്പൊ സൈറ്റിൽ ഒരു ലേമാൻ അറിയണം ഇതെവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ചേഞ്ച് ഇത് ചെയ്യുമ്പോൾ സൈറ്റിൽ ഇത് പക്ക 3D കാണാൻ പറ്റും. ഒരു കോൺട്രാക്ടറിന്റെ എഞ്ചിനീയറിനോ എല്ലാവർക്കും ഇവർക്ക് കാണാം. നിങ്ങൾ ഉടനെ ഒരു വീടോ ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സംസാരിക്കാം. ഞങ്ങൾ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു.